ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ what will happen when our inner eyes are open? നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ 3 കാര്യങ്ങൾ സംഭവിക്കും. 1, ഞാൻ ആരെന്ന് തിരിച്ചറിയും. 2, എൻ്റെ ദൈവം ആരെന്നറിയും. 3, എൻ്റെ ദൈവത്തിൽ ഞാൻ ആരെന്നറിയും. What we are going to understand this evening is my position in Christ. ക്രിസ്തുവിലുള്ള എൻ്റെ സ്ഥാനം, ക്രിസ്തുവിൽ എൻ്റെ ഞാൻ ആർ എന്ന് എൻ്റെ കണ്ണ് ഒന്ന് തുറന്ന് കാണുവാനിടയായാൽ ഹല്ലേലൂയ, എൻ്റെ പ്രിവിലേജസിൽ നടക്കാൻ ദൈവം എന്നെ സഹായിക്കും. ഹല്ലേലൂയ. സോ ഞാൻ ആരെന്ന് തിരിച്ചറിയുക. ഞാൻ പലപ്പോഴും പറയും, ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ, വിശ്വാസികൾ എന്ന് പറഞ്ഞ ഒരു ആനയെ പോലെ. ആനയുടെ പ്രത്യേകത, ആന ഭയങ്കര വലുതാണെങ്കിലും ആനയുടെ കണ്ണ് ഭയങ്കര ചെറുതാണ്. ആയതിനാൽ നമ്മെ പോലത്തെ ഒരാൾ കയറി തോളിരുന്നിട്ട് ആന അങ്ങോട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ആന അങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ആന ഇങ്ങോട്ട് നിൽക്കും. ആനയുടെ വിചാരം തോളിരിക്കുന്നവനേക്കാളും ഞാൻ ചെറുതെന്നാണ്. എന്നാൽ ചില സമയത്ത് ഈ ആനയ്ക്ക് എന്ത് പറ്റും അറിയാം? മതം പൊട്ടും. അപ്പൊ തോളിരിക്കുന്നതിനെ കുലുക്കി തറയിട്ട് ഒരൊറ്റ ചവിട്ടാ. സത്യം പറഞ്ഞ മതം പിടിച്ചതല്ല, വെളിപ്പാട് വന്നതാ. വെളിപ്പാടുണ്ടാകണം. തോളി കയറിയിരുന്ന് എല്ലാ കള്ളവും പറഞ്ഞ് നിന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക മേഖലകളെ കുലുക്കി തറയിട്ടിട്ട് ഒരൊറ്റ ചവിട്ട് പൊസിഷനെ തിരിച്ചറിഞ്ഞ് മൂവ് ചെയ്യുക.